2016 ജൂൺ 24 ചെന്നൈ. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ സ്വാതിയെ അവളുടെ പിതാവ് IT കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകാൻ വേണ്ടി നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. സമയം അപ്പോൾ രാവിലെ 6:35 ആയിരുന്നു. അവൾ സ്റ്റേഷനിലെത്തുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ അവളെ കാത്ത് ഒരു അജ്ഞാതൻ അവിടെ ഉണ്ടായിരുന്നു. അവൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ ഉടൻ അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുമായി സംഭാഷണം തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ അത് തർക്കമായി. അതിനുശേഷം അവൻ മറച്ചു വച്ചിരുന്ന വാൾ ഉപയോഗിച്ച് അവളെ വെട്ടിക്കൊലപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന 50-ലധികം ജനങ്ങളാണ് അതിന് സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം കൊലയാളി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടപ്പോഴും ആരും അയാളെ തടയാൻ ശ്രമിച്ചില്ല. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിൽ അന്ന് CCTV ഇല്ല. പക്ഷേ കൊല ചെയ്ത ശേഷം കൊലയാളി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഒരു CCTVയിൽ പതിഞ്ഞെന്നും അയാളെയാണ് ഞങ്ങൾ സംശയിക്കുന്നതെന്നും പോലീസ് അപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. അതിൽ ഗ്രീൻ കളർ ചെക്ക് ഷർട്ട് ഇട്ട ഒരാൾ രാവിലെ 6:32 നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനടുത്തുകൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പക്ഷേ കൊല നടന്നത് 6:40 അതിനുശേഷം 6:43 ഒരാൾ പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. ആ വീഡിയോ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ജൂലൈ 1 രാത്രിയിൽ തിരുനെൽവേലിയിലെ മീനാക്ഷിപുരത്തുള്ള ഒരു വീടിന്റെ വാതിലിൽ പോലീസ് മുട്ടി. ഇതേ സമയം അവിടെ പവർ കട്ടായിരുന്നു. വീടിന് പുറത്തു വന്ന ഗ്രഹനാഥനോട് പോലീസ് ആദ്യം ചോദിച്ചത് മുത്തുകുമാർ എവിടെയെന്നായിരുന്നു. മുത്തുകുമാർ എന്ന പേരിൽ ഈ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൊത്തം എത്ര മക്കളുണ്ടെന്നായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം. എനിക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉൾപ്പെടെ മൊത്തം 3 മക്കളുണ്ടെന്നും എന്റെ മകന്റെ പേര് രാംകുമാർ എന്നാണെന്നും അയാൾ പറഞ്ഞു. രാംകുമാറിനെ കാണണമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ രാംകുമാർ വീടിന്റെ പിൻവശത്ത് കിടന്നുറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് രാംകുമാറിന്റെ അച്ഛൻ പോലീസിനെയും കൂട്ടി പിൻവശത്തെത്തി. അപ്പോൾ അദ്ദേഹം കണ്ടത് ഓൾറെഡി മറ്റ് പോലീസ് ഓഫീസേഴ്സ് രാംകുമാറിനെ പിടികൂടി അവന്റെ കഴുത്ത് മുറിഞ്ഞ് ഒഴുകി വരുന്ന രക്തം കൈകൊണ്ട് തപ്പിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഈ കാര്യം ചോദിച്ചപ്പോൾ CCTVയിൽ കാണുന്ന വ്യക്തി രാംകുമാറാണെന്നും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാനായി വീട് ചുറ്റിവളഞ്ഞപ്പോൾ രാംകുമാർ സ്വയം ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നുമാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ ഈ കേസ് നാട് മൊത്തം പാട്ടായി. പിന്നീട് ജൂലൈ 2 രാംകുമാറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയ്ക്ക് ശേഷം ജൂലൈ 5 രാംകുമാറിനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഒരു കാരണവശാലും രാംകുമാർ വാതുറന്ന് ഒന്നും സംസാരിക്കാതിരിക്കുവാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാംകുമാർ എന്തിന് സ്വാതിയെ കൊല്ലണം? ഇത്ര കൊടൂരമായി സ്വാതിയെ രാംകുമാർ കൊല്ലാനുള്ള കാരണമെന്താണ്? എന്തുകൊണ്ടാണ് രാംകുമാറാണ് കൊലയാളി എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്? രാംകുമാറാണ് കൊലയാളി എന്നതിനുള്ള തെളിവുകൾ എന്താണ്? കൊലയാളി ഉപയോഗിച്ച ആയുധത്തിലെ ഫിംഗർ പ്രിന്റ് രാംകുമാറിന്റേതുമായി മാച്ചായോ? എന്നിങ്ങനെ ജനങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും പോലീസ് ഉത്തരം നൽകിയില്ല. മാത്രമല്ല ഉത്തരം നൽകാൻ രാംകുമാറിനെ അനുവദിച്ചതുമില്ല. ഇനി എന്താകുമെന്ന് എല്ലാവരും കാത്തിരുന്നപ്പോഴാണ് 2016 സെപ്റ്റംബർ 18 ജയിലിനുള്ളിലെ പ്ലഗ് പോയിന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ വയർ പല്ലുകൊണ്ട് കടിച്ച് രാംകുമാർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത്. കൊലയാളി മരണപ്പെട്ടത് കാരണം കേസ് ക്ലോസ് ചെയ്യാൻ കോടതിയും ഉത്തരവിട്ടു. അടുത്തതായി സ്വാതി രാംകുമാർ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിനുള്ള പോലീസിന്റെ മറുപടിയും സ്വാതിയെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറികളും ഇനി നോക്കാം. രാംകുമാർ അല്ല കൊലയാളി എന്ന് പ്രതിപാദിക്കുന്ന തിയറി ആദ്യം നോക്കാം. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് പോലീസ് ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. ആ ഫോട്ടോയിലുള്ള ആളും CCTV ഫോട്ടോയിലുള്ള ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം പുറത്തുവിട്ട ഫോട്ടോയിലുള്ള ആൾക്ക് വിരിഞ്ഞ ശരീരവും തിടുക്കം പിടിച്ചുള്ള നടത്തവും പരുക്കനായ മുഖവും താടിയും മീശയും വലിയ ചെക്ക് ഷർട്ടും ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത് CCTVയിൽ കാണുന്ന വ്യക്തിക്ക് മെലിഞ്ഞ ശരീരവും ശാന്തമായ മുഖവും ചെറിയ ചെക്ക് ഷർട്ടും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഹെയർ സ്റ്റൈൽ മാച്ചിങ് അല്ല. ഒരാൾ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കി വെച്ചിരിക്കുന്നു, മറ്റേയാൾ ഹാഫ് സ്ലീവ് ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഒരാൾ സ്ലിപ്പേഴ്സ് ധരിച്ചിരിക്കുന്നു, മറ്റേയാൾ ഷൂസ് ധരിച്ചിരിക്കുന്നു. എന്നിങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ തിയറി വിശ്വസിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് പറയുന്നത് രാംകുമാർ സ്വാതിയുമായി വൺ സൈഡഡ് ലവിലായിരുന്നെന്നും സ്വാതി അത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് രാംകുമാർ അവളെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നുമാണ്. മാത്രമല്ല സ്വാതിയും രാംകുമാറും ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നെന്നും പോലീസ് പറഞ്ഞു. സ്വാതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടുതലും പ്രണയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. മാത്രമല്ല താൻ ഒരു റിലേഷൻഷിപ്പിലാണെന്ന തരത്തിലുള്ള സ്റ്റാറ്റസും സ്വാതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു.
കൊല നടന്ന ദിവസം രാത്രി 9 മണി വരെയും രാംകുമാർ വാട്സാപ്പിൽ ആക്റ്റീവ് ആയിരുന്നു. രാംകുമാറാണ് കൊലയാളിയെങ്കിൽ അവൻ ഉറപ്പായും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമായിരുന്നെന്നും ഈ തിയറി വിശ്വസിക്കുന്നവർ പറയുന്നു. എന്നാൽ കൊല നടന്ന ദിവസം രാംകുമാർ എന്തിനാണ് നാട്ടിലേക്ക് പോയതെന്ന് ഒരു ചോദ്യമുണ്ട്. പക്ഷേ രാംകുമാറിന്റെ അമ്മ പറയുന്നത് രാംകുമാറിന്റെ കയ്യിൽ ചിലവിനുള്ള പണമില്ലായിരുന്നുവെന്നും പണം വാങ്ങാനും കുറച്ചു ദിവസം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുമാണ് രാംകുമാർ നാട്ടിൽ വന്നതെന്നാണ്. മാത്രമല്ല പോലീസുകാർ രാംകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാംകുമാർ അവന്റെ കഴുത്ത് ബ്ലേഡ് കൊണ്ട് അറുത്തു എന്ന് പോലീസ് പറയുന്നത് കള്ളമാണെന്നും യഥാർത്ഥ കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധിയായ രാംകുമാർ വാതുറക്കാതിരിക്കുവാൻ പോലീസാണ് അവന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചതെന്നും അവര് പറയുന്നു. പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ രാംകുമാർ സ്വയം ബ്ലേഡ് കൊണ്ട് അത്രയും ആഴത്തിൽ കട്ട് ചെയ്ത പോലെ കണ്ടിട്ട് തോന്നുന്നില്ലെന്നും ഒരാൾ രാംകുമാറിനെ പിടിച്ചു വെക്കുകയും മറ്റൊരാൾ രാംകുമാറിന്റെ കഴുത്ത് അറുത്ത പോലെയുമാണുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. മാത്രമല്ല ജയിലിനുള്ളിൽ വെച്ച് രാംകുമാർ ഇലക്ട്രിക്കൽ വയറിൽ കടിച്ച് ആത്മഹത്യ ചെയ്തത് വളരെ നാടകീയമായി തോന്നുന്നെന്നും എങ്ങനെയാണ് അത് സാധ്യമാകുന്നതെന്നും ചോദ്യങ്ങൾ ഉയർന്നു. അതിനുള്ള മറുപടിയായി പോലീസ് പറഞ്ഞത് 3 മണിക്ക് ഭക്ഷണം കഴിച്ച് രാംകുമാർ 4:15 വെള്ളം ചോദിച്ചെന്നും വെള്ളം കുടിക്കാൻ ജയിലറയുടെ വാതിൽ തുറന്നപ്പോൾ അടുത്തുള്ള സ്വിച്ച് ബോർഡ് തകർത്ത് അതിലെ വയറിൽ കടിച്ച് ആത്മഹത്യ ചെയ്തെന്നും അത് കണ്ട് ഒരു പോലീസ് കോൺസ്റ്റബിൾ രാംകുമാറിനെ രക്ഷിക്കാൻ ലാത്ത് കൊണ്ട് അടിച്ച് തറയിലിട്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. എന്നാൽ വളരെ വിചിത്രമായി രാംകുമാർ മരണപ്പെട്ട് 1 വർഷത്തിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസിന്റെ മൊഴിയുമായി മാച്ചായിരുന്നില്ല. രാംകുമാർ 3 മണിയോടെ ഭക്ഷണം കഴിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാംകുമാറിന്റെ വയറ്റിൽ ഭക്ഷണം കഴിച്ചതിന്റെ ലക്ഷണങ്ങളില്ല. മാത്രമല്ല രാംകുമാറിന്റെ ശരീരത്തിൽ 12 ഇടങ്ങളിൽ ഷോക്കേറ്റതിന്റെ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞത് 12 മുറിവുകൾ ഉണ്ടെങ്കിൽ അതിൽ 6 എണ്ണം റൂട്ട് ഓഫ് എൻട്രിയും 6 എണ്ണം റൂട്ട് ഓഫ് എക്സിറ്റുമാണെന്നാണ്. രാംകുമാർ ഇലക്ട്രിക് വയർ പല്ലുകൊണ്ടാണ് കടിച്ചതെങ്കിൽ അവന്റെ പല്ല് കരിഞ്ഞിട്ടുണ്ടാകണം. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇത് ഉറപ്പായും രാംകുമാറിനെ പ്ലാൻ ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും പറയപ്പെടുന്നു. രാംകുമാറും സ്വാതിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതിൽ കാണുന്നത് രാംകുമാറും സ്വാതിയും അല്ലെന്നാണ് ഈ തിയറി വിശ്വസിക്കുന്നവർ പറയുന്നത്. ഒരുപക്ഷെ രാംകുമാർ സ്വാതിയെ വൺ സൈഡായി പ്രണയിച്ചിരുന്നെങ്കിൽ ഈ ഫോട്ടോയിൽ അവർ രണ്ടുപേരും വളരെ ക്ലോസ് ആയി നിൽക്കുന്നതിന്റെ അർത്ഥമെന്താണ്? അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. ആയതിനാൽ രാംകുമാർ നിരപരാധിയാണെന്നും യഥാർത്ഥ കൊലയാളിയെ രക്ഷിക്കാൻ പോലീസ് രാംകുമാറിനെ കുടുക്കിയതാണെന്നും പറയപ്പെടുന്നു. ഈ തിയറി പ്രകാരം സ്വാതിയുടെ ഫ്രണ്ട്സിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്വാതി കുറച്ച് നാളുകളായി എന്തോ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്നും സ്വാതി മുമ്പ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്യമതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായി പ്രണയത്തിലായിരുന്നെന്നും ഇതറിഞ്ഞ സ്വാതിയുടെ വീട്ടുകാർ കൂലിക്ക് ആളെ വെച്ച് അവളെ കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. സ്വാതി കൊല്ലപ്പെട്ട രീതിയും അവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വാതിയുടെ വായിൽ വെട്ടേറ്റിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും വിക്ടിം രക്ഷപ്പെട്ടാൽ മരണമൊഴിയായി പോലും സത്യം പുറത്തു പറയാതിരിക്കാനാണ്. മാത്രമല്ല സ്വാതിയുടെ വലതുവശത്താണ് വെട്ടേറ്റിരിക്കുന്നത്. അതിനർത്ഥം കൊലയാളി ഒരു ഇടതുകൈയനായിരിക്കണം. പക്ഷേ രാംകുമാർ ഒരു വലതുകൈയനാണ്. ആയതിനാൽ ഇതൊരു ദുരഭിമാന കൊലയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ തിയറി പ്രകാരം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സ്വാതി നല്ല കഴിവുള്ള ഒരു ഹാക്കറും കൂടിയായിരുന്നെന്നും ഒരുപാട് രാഷ്ട്രീയക്കാരുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും രഹസ്യങ്ങൾ സ്വാതി ലീക്ക് ചെയ്തതുകൊണ്ട് അത് പുറത്തു വരാതിരിക്കാനാണ് അവളെ കൊലപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. രാംകുമാറാണ് കൊലയാളി എന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ CCTVയിൽ കാണുന്ന രാംകുമാറിനെ പോലെയുള്ള ആളുകൾ, പിന്നെ കൊല നടന്ന ദിവസം രാംകുമാർ നാട്ടിലേക്ക് പോയത്, പിന്നെ പോലീസ് പുറത്തുവിട്ട ഈ ഫോട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ തുടക്കത്തിൽ അവർ രണ്ടുപേരും പരസ്പരം പ്രണയിച്ചിരിക്കാമെന്നും അതിനുശേഷം രാംകുമാറിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ സ്വാതി രാംകുമാറുമായി ബ്രേക്കപ്പ് ചെയ്തിരിക്കാമെന്നും ആ ദേഷ്യത്തിൽ രാംകുമാർ ഈ കൊല ചെയ്തിരിക്കാമെന്നും പറയപ്പെടുന്നു. തങ്ങളുടെ മകൾ ഒരുത്തനെ പ്രണയിച്ചു വഞ്ചിച്ച കാരണത്താൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നാൽ സ്വാതിയുടെ കുടുംബത്തിന് അപമാനമാകും എന്ന കാരണത്താലാകാം അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ രാംകുമാറിന്റെ കഴുത്തറുത്തതെന്നും ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. ഈ കേസ് ഓരോ തിയറി വെച്ച് നോക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയുന്ന സ്വാതിയും രാംകുമാറും ഇന്ന് ജീവനോടെയുമില്ല. രാംകുമാറാണ് കൊലയാളി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതേപോലെയുള്ള മറ്റ് ക്രൈം സ്റ്റോറീസ് കാണാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ
ഗുഡ് ബൈ.